ഹായ് വെൽക്കം ടു എൻട്രി കോഡ്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പറേറ്റേഴ്സാണ്. എന്താണ് ഓപ്പറേറ്റേഴ്സ്? ഒരു വാല്യൂവിലോ അല്ലെങ്കിൽ ഒരു വേരിയബിളിലോ നമുക്ക് കുറച്ച് സെറ്റ് ഓഫ് ആക്ഷൻസ് പെർഫോം ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യും. പല രീതിയിലുള്ള ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയാം, ഈ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ കാര്യങ്ങളെല്ലാം. അപ്പോൾ അതിൻ്റെ ഒപ്പം കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം. അപ്പം എൻ്റെ സ്ക്രീനൊന്ന് ശ്രദ്ധിക്കുക. ഇതിനകത്ത് നമ്മൾ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സാണ് ആദ്യം നോക്കുന്നത്. ഞാൻ എ, ബി, എയും ബിയും രണ്ട് വേരിയബിൾസ് ആണ്. അതിനകത്തേക്ക് എയിലേക്ക് 10ഉം ബിയിലേക്ക് 3ഉം ആണ് നമ്മൾ അസൈൻ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ നമുക്ക് അസൈൻ ചെയ്യാം. എ, ബി = 10, 3. അപ്പം എയിലേക്ക് 10ഉം ബിയിലോട്ട് 3ഉം പൊക്കോളും. ഇനി അഡീഷൻ A+B നമുക്കറിയാം. സബ്ട്രാക്ഷൻ ഇതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. A+B, A × B, ഡിവൈഡഡ് ബൈ ബി. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ തന്നെ നോർമൽ ഓപ്പറേഷൻസ്, അരിത്മെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ആവും. അപ്പോൾ അടുത്തൊരു ഓപ്പറേറ്റർ ഫ്ലോർ ഡിവിഷൻ. നിങ്ങൾ ഈ ഡിവിഷൻ തന്നെ ഫ്ലോർ ഡിവിഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് 10/3 എത്രയാണ്? 3.333 ആണ് അതിൻ്റെ ആൻസർ വരേണ്ടത്. പക്ഷേ നമുക്ക് ഫ്ലോർ ഡിവിഷൻ അല്ലെങ്കിൽ ഇൻറ്റിജർ ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ 10 ഈ //3 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 3 ആയിരിക്കും. നമ്മളൊക്കെ ആ ഇൻറ്റിജർ പാർട്ട് മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ ഫ്ലോ ഡിവിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇനി മോഡുലസ് ഓപ്പറേറ്റർ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരു 10നെ 3 വെച്ച് മോഡ് ചെയ്ത് കഴിഞ്ഞാൽ 10ൽ 3 എത്ര ആണോ 3 × 9 3 × 3 9 ആണ്. ബാക്കിയുള്ള 1 അതാണ് റിമൈൻഡർ എന്ന് പറയുന്നത്. സോ 10 mod 3 എന്ന് പറയുന്നത് 1 ആണ്. 5 mod 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5ൽ 3 ഒരു തവണ പോകുള്ളൂ. അപ്പം ആ ഒരു തവണ 3 പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള 2 അതാണ് റിമൈൻഡർ അല്ലേ. അപ്പം അതാണ് 5 mod 3 എന്ന് പറയുന്നത് 2 ആണ്. 5 mod 2 1 ആണ്. കാരണം 2 തവണ 2 പോയി, അങ്ങനെ 4ൽ വരെ 2 കറക്റ്റായിട്ട് പോകും. ബാക്കിയുള്ള 1 നമ്മുടെ റിമൈൻഡർ അല്ലേ. അപ്പോൾ ഇതാണ് മോഡുലസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇനി എക്സ്പോണൻഷിയേഷൻ എന്ന് പറയും. എക്സ്പോണൻഷിയേഷൻ എന്ന് പറയുന്നത് നമുക്കൊന്നുമില്ല, പവറാണ്. A ** B എന്ന് പറഞ്ഞാൽ 10 ** 2 എന്ന് പറഞ്ഞാൽ 10 × 10. ഓക്കെ, 10 ** 3 എന്ന് പറഞ്ഞാൽ 10 × 10 × 10 അല്ലേ. അപ്പോൾ അതാണ് എക്സ്പോണൻഷ്യൽ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ. അപ്പോൾ അതും സ്റ്റാർ ആണ് അത് യൂസ് ചെയ്യുന്നത്. അതാണ് ഇത്രയും കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മളൊരു 4 എണ്ണം നമ്മൾ നോർമലി അറിയാവുന്നു, 3 എണ്ണം നമുക്ക് പുതിയതായിട്ട് പഠിച്ചത്, അങ്ങനെ ഒരു 7 എണ്ണമാണ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഉള്ളത്. ഇനി നമുക്ക് കമ്പാരിസൺ ഓപ്പറേറ്റർ ഉണ്ട്. കമ്പാരിസൺ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, എയിലൊരു വാല്യൂ ഉണ്ടാവും, ബിയിലൊരു വാല്യൂ ഉണ്ടാവും. ഇത് തമ്മിലുള്ള കമ്പാരിസൺ. എ ബീനേക്കാൾ വലുതാണോ, എ ബീനേക്കാൾ വലുതോ ഈക്വലോ ആണോ, എ ബീനേക്കാൾ ചെറുതാണോ, എ ബീനേക്കാൾ ചെറുതോ ഈക്വൽ ആണോ, ഈക്വൽ അല്ലല്ലോ, ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സാണ്. നമുക്കറിയാം, അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നാൽ സ്വാഭാവികമായിട്ടും യെസ് ഓർ നോ അതായിരിക്കും നമ്മുടെ ആൻസേഴ്സ്. ഇവിടെ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്, ബൂലിയൻ ആയിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ അതിൽ A > B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിൽ 10 ബിയിൽ 3 ആണെങ്കിൽ A > B എന്ന് പറയുമ്പോൾ ട്രൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. എ ബിനേക്കാൾ വലുതാണ്. A < B ഫോൾസ് ആയിരിക്കും. A = B എന്ന് പറഞ്ഞാൽ എയും ബിയും ഈക്വൽ ആണോ, ആണെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. നോട്ട് ഈക്വൽ അല്ലല്ലോ, ആണെങ്കിൽ അത് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഇതെന്തായിരിക്കും, ഈക്വൽ ആണെങ്കിൽ നോട്ട് ഈക്വൽ ടു എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ഈക്വൽ അല്ലല്ലോ. അപ്പോൾ ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്താവും, ഫോൾസ് ആവും. ഈക്വൽ ആണെങ്കിൽ ഫോൾസ് ആവും, ഈക്വൽ അല്ലെങ്കിൽ ട്രൂ ആയിരിക്കും. ഇനി > 10 > 3 കൊടുത്താലും ട്രൂ ആണ്. 10 > 10 കൊടുത്താലും ട്രൂ ആണ്. ഈക്വൽ ആവാം അല്ലെങ്കിൽ ഗ്രേറ്റർ ആവാം, ഏതെങ്കിലും ഒന്ന് അല്ലേ. പിന്നെ <= അതേപോലെ തന്നെ ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിൽ എഫക്റ്റീവ്ലി ട്രൂ ആയിരിക്കും. ഇനി നമുക്ക് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. അപ്പോൾ ഈ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഓപ്പറേറ്റേഴ്സ് നമുക്ക് ഇപ്പോൾ ആൻഡ് ഓർ നോട്ട് ആണ്. അപ്പോൾ ഈ ആൻഡ് ഓർ നോട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ആലോചിക്കുക, നമ്മൾ ഈ ആൻഡിനെ എപ്പോഴും പറയുന്നൊരു എക്സാമ്പിൾ, നമ്മളിവിടെ നിന്ന് ഒരു മൂവിക്ക് പോവുകയാണ്. അപ്പോൾ മൂവിക്ക് പോകുന്ന സമയത്ത് മൂവിക്ക് ടിക്കറ്റ് ഉണ്ടാകുക എന്നുള്ളതാണ് എക്സ് എന്ന് പറയുന്നത്. മൂവിക്ക് ടിക്കറ്റ് ഉണ്ടെങ്കിൽ എക്സ് ട്രൂ, മൂവിക്ക് ടിക്കറ്റ് ഇല്ലെങ്കിൽ എക്സ് ഫോൾസ്. ഇനി വൈ എന്ന് പറയുന്നത് എന്താണ്? വൈ എന്ന് പറയുന്നത് ഞാൻ ഇവിടുന്ന് പോകുന്നത് എൻ്റെ വെഹിക്കിളാണ്, വെഹിക്കിളിൽ പെട്രോൾ ഉണ്ട് എന്നുള്ളതാണ് വൈ. വെഹിക്കിളിൽ പെട്രോൾ ഉണ്ടെങ്കിൽ യെസ്, പെട്രോൾ ഇല്ലെങ്കിൽ ഫോൾസ്. അപ്പം എക്സും വൈയും ട്രൂ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ സിനിമ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ആൻഡ് ഓപ്പറേറ്റർ ഇതാണ്. എക്സ് ട്രൂ, വൈ ട്രൂ, എഫക്റ്റീവ്ലി ട്രൂ ആയിരിക്കും. എക്സ് ആൻഡ് വൈ ട്രൂ ആയിരിക്കും. എക്സ് ട്രൂ, വൈ ഫോൾസ് ആണ്. ഏതെങ്കിലും ഒന്ന്, ഇപ്പം സിനിമയ്ക്ക് ടിക്കറ്റ് ഇല്ലെങ്കിലും എൻ്റെ വണ്ടിയിൽ പെട്രോൾ ഇല്ലെങ്കിലും എനിക്ക് സിനിമ കാണാൻ പറ്റില്ല. അപ്പോൾ എഫക്റ്റീവ്ലി എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞാൽ ഞാൻ സിനിമ കാണുന്നൊരു കൺസെപ്റ്റാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ഫോൾസ് ആണെങ്കിൽ എഫക്റ്റീവ് ഫോൾസ് ആവും.
രണ്ടും ഫോൾസ് ആണെങ്കിലും ഫോൾസ് ആവും. എപ്പോഴാണ് ട്രൂ ആവുന്നത്? എക്സും വൈയും ട്രൂ ആവണം. അപ്പോൾ എക്സ് ഈക്വൽ ടു ട്രൂ, വൈ ഈക്വൽ ടു ട്രൂ, എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് എന്താണ്? ട്രൂ ആണ്. ഇനി ഓർ എന്താണ്? ഓർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിൽ മതി. എക്സ് ട്രൂ ആണെങ്കിലും വൈ ട്രൂ ആണെങ്കിലും രണ്ടും ട്രൂ ആണെങ്കിലും പോസിറ്റീവ് ആണ്. അപ്പോൾ ട്രൂ അതായത് എക്സ് ട്രൂ വൈ ട്രൂ. അപ്പം എക്സ് ആൻഡ് വൈ എക്സ് ഓർ വൈ എന്ന് പറയുന്നത് എന്താണ്? ട്രൂ ആണ്. എക്സ് ഓർ വൈ എക്സ് ട്രൂവും വൈ ഫോൾസും ആണെങ്കിലും എക്സ് ഓർ വൈ ട്രൂ ആണ്. എക്സ് ഫോൾസും വൈ ട്രൂ ആണെങ്കിലും എക്സ് ഓർ വൈ ട്രൂ ആണ്. രണ്ട് ഫോൾസ് ആണെങ്കിൽ മാത്രം ഫോൾസ് ആവുന്നതാണ് ഓർ ഓപ്പറേറ്റർ. ഇനി നോട്ട് എക്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. എക്സ് ട്രൂ ആണെങ്കിൽ നോട്ട് എക്സ് ഫോൾസ്, എക്സ് ഫോൾസ് ആണെങ്കിൽ നോട്ട് എക്സ് ട്രൂ. ഇത്രേ ഉള്ളൂ അതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ വരും വീഡിയോസിൽ അതൊക്കെ യൂസ് ചെയ്യും. നമ്മൾ ഈ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ യൂസേജ് നമുക്ക് മനസ്സിലാവും. നിങ്ങൾ അപ്പോഴത്തേനും റിസർച്ച് ചെയ്ത് നോക്കുക ഇത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, എവിടെയൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുക. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൻ്റെ ലൈക്ക് അത് യൂസ് ചെയ്യുന്ന കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് നിങ്ങൾ ഈ ChatGPT DeepSeek ഒക്കെ യൂസ് ചെയ്തിട്ട് തന്നെ കോഡിങ് പഠിക്കുക. പക്ഷേ അതിൽ ഒന്നിലും നമ്മൾ കൂടുതൽ ലൈക്ക് അതിനെ ട്രസ്റ്റ് ചെയ്യാൻ കൂടുതൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. കാരണം ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇത് എപ്പോഴും യൂസ് ചെയ്യാം. അപ്പോൾ അത് എത്തുന്ന വരെ നിങ്ങളുടെ ലോജിക്കൽ ആ ഒരു തിങ്കിങ് എബിലിറ്റി കാര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് പരമാവധി നിങ്ങൾ തന്നെ ആലോചിച്ച് ചെയ്യുക. ഇടയിൽ ഹെൽപ്പ് മാത്രം അവിടെ നിന്ന് തേടുക. ഓക്കെ, ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്പറേറ്റർ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അപ്പോൾ P = 10 എന്ന് പറഞ്ഞാൽ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, നടുവിലുള്ള ഈക്വൽ ടു അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. 10നെ Pയിലേക്ക് അസൈൻ ചെയ്തു, P എന്ന് പറയുന്ന വേരിയബിളിലോട്ട് അസൈൻ ചെയ്തു. ഇനി ഇതേപോലെ പല രീതിയിൽ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. P + = 5 എന്ന് വെച്ചാൽ ഓൾറെഡി Pയിൽ ഇപ്പോൾ 10 ആണ്, മുകളിൽ നമ്മൾ 49th ലൈനിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം 5ഉം കൂടി കൂട്ടിയിട്ട് Pയിൽ തന്നെ കൊണ്ടുപോയിടുക. P എന്ന് പറയുന്ന വേരിയബിൾ ഓൾറെഡി 10 ആണ്. P + = 5 എന്ന് പറഞ്ഞാൽ Pൻ്റെ ഒപ്പം 5 കൂടി ആഡ് ചെയ്ത് P തന്നെ ഇടുക. ഇപ്പോൾ 15 ആയി P. ഇനി നമുക്ക് P - 3, ഇപ്പോൾ 15 ആണ് Pൻ്റെ വാല്യൂവിൽ -3 ചെയ്തിട്ട് Pയിൽ തന്നെ കൊണ്ടുപോയി 15 - 3 12 ഇപ്പോൾ Pയിലുണ്ടാവും. ഇനി ഇതേപോലെ P * മൾട്ടിപ്ലിക്കേഷൻ = 2 എന്ന് പറഞ്ഞാൽ Pയിലുള്ള വാല്യൂവിനെ ഡബിൾ ചെയ്ത് Pയിൽ തന്നെ സേവ് ചെയ്യുക. ഇങ്ങനെയുള്ള അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സിൻ്റെ ഒപ്പം ഈക്വൽ ടു സൈൻ കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെയും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം എന്താണോ അതിൻ്റെ ആൻസർ, ഇപ്പോൾ P mod 3 എന്ന് പറഞ്ഞാൽ Pയിൽ 3 പോകുമോ നോക്കി അതിൻ്റെ റിമൈൻഡർ എടുത്ത് ആ റിമൈൻഡറിനെ എടുത്തിട്ട് എവിടെ ഇട്ടു? Pയിലോട്ട് എടുത്തിട്ടു. അപ്പോൾ അതാണ് അതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. അടുത്തത് എന്ന് പറയുന്നത് മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ ആണ്. മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഇതിനകത്ത് നമ്മൾ നോട്ട് ഇൻ ആണ് ചോദിക്കുന്നത്. അതായത് ഒരു വലിയ ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു വലിയ സീരീസ് അതിനകത്ത് ഉണ്ടോ ഇല്ലയോ, അതൊക്കെ ആ ഒരു ലിസ്റ്റ് ഇപ്പോൾ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് 1 2 3 4 5. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു പർട്ടിക്കുലർ എലമെൻറ്റ് ഉണ്ടോ ഇല്ലയോ. ഇപ്പോൾ പ്രിൻറ്റ് 3 in ലിസ്റ്റ്, അത് ഞാൻ ജസ്റ്റ് 3 പ്രിൻറ്റ് ചെയ്യിപ്പിക്കും, കോമ ഇൻ പ്രിൻ്റ് ആവും, പിന്നെ ലിസ്റ്റ് ഏതാണോ ലിസ്റ്റ് ആ ലിസ്റ്റ് പ്രിൻ്റ് ആവും. അപ്പം 3 in ലിസ്റ്റ് കോമ കോളൻ 3 in ലിസ്റ്റ്, അതായത് 3 in ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു ഓപ്പറേറ്റർ ആണ്. ലൈക്ക് ഇവിടെ ഒരു ഓപ്പറേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്, ഇൻ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ. 3 in ലിസ്റ്റ് ആണെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യുന്ന ഒരു ഇൻ ഓപ്പറേറ്റർ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ 10 not in ലിസ്റ്റ്. നമുക്ക് ഈ ഫ്രണ്ടിലെ ഭാഗം തൽക്കാലം ഒഴിവാക്കുക, അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകുന്നുണ്ടെങ്കിൽ. ഇത് ആക്ച്വലി നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് പറയുമ്പോൾ സമയത്ത് കുറച്ച് ഭംഗി കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് നമുക്ക് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ചിന്തിക്കുക, 10 not in ലിസ്റ്റ് ട്രൂ ആയിരിക്കും, 10 ഈ ലിസ്റ്റിനകത്ത് ഇല്ല. 3 in ലിസ്റ്റ് ട്രൂ ആയിരിക്കും, കാരണം 3 ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതാണ് മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ. ഈ 3 ഇതിൻ്റെ മെമ്പർ ആണോ, ലൈക്ക് ഈ ലിസ്റ്റിൻ്റെ മെമ്പർ ആണോ എന്നാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് ചെക്ക് ചെയ്യാനുള്ളത്. ഇപ്പം ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ക്ലിയർ ചെയ്തത്. അപ്പം എല്ലാവരും ഇതുവരെയുള്ള ഭാഗങ്ങൾ കൃത്യമായി പഠിക്കുക. അടുത്ത് നമുക്ക് ഇനി എടുക്കാനുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് കൺട്രോൾ ഫ്ലോ സ്ട്രക്ചേഴ്സ് ആണ്. അതായത് ഇഫ്, എൽഇഫ്, ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്. നമ്മൾ ഫസ്റ്റ് വീഡിയോയിലൊക്കെ ചെയ്ത ഫോർ ലൂപ്പിൻ്റെ ഒക്കെ എക്സ്പ്ലനേഷൻ നമുക്ക് നാളെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത്. താങ്ക് യു.